ജീവൻ ശ്രീത്ത് ഇവിടെ നേരത്തെ സി എസ് ജീവൻ പറഞ്ഞ ആ പ്രസംഗം കേരളത്തിലെ ഒരു ജില്ലയിൽ ആർക്കാണ്ടൊക്കെ ശ്വാസം മുട്ടുന്നൊക്കെയാണ് പ്രസംഗിച്ചത്. ഒരു ജില്ലയിലും അങ്ങനെ ശ്വാസം മുട്ടില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയേണ്ട ആഭ്യന്തരമന്ത്രി പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് സ്വീകരണം അറിയിക്കാൻ ഷോളുമായി ആഭ്യന്തരമന്ത്രിയും ബാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു വേദിയിൽ പോവുകയും അദ്ദേഹത്തെ ആദരിക്കുകയും കുമാരനാശാൻ മറ്റേ ഉപമയൊക്കെ ഉണ്ടാകുന്ന ആ വേദിയിലാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. ഈ കഠിനമായ വിദ്വേഷ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളി ഒരു കാലത്ത് കേരള തൊഗാഡിയുടെ വർഗീയ നാവ് എന്ന് വിളിച്ചവർ തിരുത്തി പറയാത്ത അണികൾക്കിടയിലടക്കം വലിയ രോഷമുണ്ടാക്കി എന്നതാണല്ലോ പ്രശ്നം. അതിന് രണ്ട് തോണിയിൽ കാലുവെക്കലും വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയ നിലപാടും പറഞ്ഞാൽ തിരുത്താവില്ല. ശ്രീജിത്ത്, ഹാഷ്മി, തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം വമിക്കുന്ന ധാരാളം പ്രസ്താവനകൾ നടത്തിയ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിപ്പറയാൻ CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും അന്നത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനോ ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവനോ തയ്യാറായിരുന്നില്ല എന്നതാണ് നമ്മൾ കാണേണ്ട കാര്യം. രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പിണറായി വിജയൻ മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയത്, മറ്റൊന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവനും ആ പുകഴ്ത്തലിന് ഭാഗവാക്കായിരുന്നു. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിയ ആളുകൾ, വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടുകളെ എതിർക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ ഒരു ദിവസം തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് വന്ന ശേഷം എന്തോ ഒരു ബോധോദയം ഉണ്ടായ പോലെ വന്ന് നിലപാട് മാറ്റി പറയുമ്പോൾ അതിനൊന്നും വലിയ തോതിലുള്ള സ്വീകാര്യത കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല, നേരത്തെ അവർ സ്വീകരിച്ച നിലപാടിലൂടെ ഒഴുകിപ്പോയത് CPIM-ന്റെ മതനിരപേക്ഷ നിലപാടിലുള്ള ആ വിശ്വാസ്യതയാണ് ഒഴുകിപ്പോയത്. ആ വിശ്വാസ്യതയെ തിരിച്ചു പിടിക്കാൻ ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ കൊണ്ട് കഴിയില്ല എന്നതാണ് വസ്തുത. ഇവിടെ P. ജയരാജനെ പോലുള്ള ആളുകൾക്ക് നേരത്തെയും ഈ നിലപാട് പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് P. ജയരാജനെ പോലുള്ള നേതാക്കൾ നേരത്തെ ആ നിലപാടുകൾ പറയാതിരുന്നത്? ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2015 BDJS രൂപീകരിക്കുന്നത്, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യം ലക്ഷ്യമിട്ടാണ് അന്ന് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഏതെല്ലാം ഘട്ടങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ച നിലപാടുകളുണ്ട്. അത് കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികൾക്ക് യോജിക്കാൻ കഴിയാവുന്ന സമീപനമായിരുന്നുമില്ല. എന്നാൽ അപ്പോഴൊക്കെ മൗനം പാലിച്ച ശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മറ്റൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതും ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പായി മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.